നമ്മൾ ഇന്ന് വെറൈറ്റിയാണ്, കേരളം കണ്ടത് വെച്ച് വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് അമ്മ വന്നേക്കുന്നത്. കഞ്ഞി വസ്ത്രവും ഇന്നേ വരെ ആരും ചെയ്യാത്ത കേരളത്തിലെ ആദ്യത്തെ സാധനം. ഞാൻ പറഞ്ഞു അങ്ങനെ കേരളത്തിൽ ആരും ചെയ്യാത്ത കഞ്ഞി അസ്ത്രമാണ്. അതായത് എന്നും ചതയത്തിന് ഉണ്ടാക്കി പരിചയമുള്ള ചതയത്തിലെ മെയിൻ കുക്കില് വെച്ച അരിയും എന്നാണ് പറയുന്നത്. ഇന്ന് ചുമ്മാ രാവിലെ ഞാൻ കഞ്ഞി അസ്ത്രം ഉണ്ടാക്കാവെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു വീഡിയോ എടുക്കാവുന്ന, അല്ലാതൊന്നുമല്ല. എന്തോന് വന്ന് നിക്കുവാ? എന്താ ഞാൻ ഇവിടെ മറ്റേ കാര്യങ്ങളൊക്കെ പറയാം. എന്തോ ഇഞ്ചിത്തണ്ടോ? ഇഞ്ചിത്തണ്ടോ? എന്നിട്ട് പോടായിരുന്നു. എന്തോ ഇത് ചേമ്പും തണ്ട് വെട്ടിയ തണ്ടാ ഇതിനകത്ത് ഇടാന്, അസ്ത്രത്തിനകത്ത് ഇടാന്. വെട്ടുചേമ്പിന്റെ തണ്ട്. ഓ, ഇതാണോ തണ്ട്? ഇതൊക്കെ തിന്നുവോ നമ്മള്? ആ ഇല്ല, തിന്നാതിരുന്ന എന്താ? പണ്ട് ചീനിയരെ വരെ തിന്നിട്ടുണ്ട്. ഇതൊക്കെ കാണ്, ഇതൊക്കെ നോക്ക്. ആരും ചോദിക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഞ്ചിത്തണ്ട് രാഷ്ട്രപതി ഏതാന്ന് ചോദിച്ചാൽ അറിയാൻ മേത്ത പിള്ളേരെ ഇപ്പോഴത്തെ കാലത്ത്. അതെ, ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലെ പിള്ളേരെല്ലാം വെളിയിലെ രാജ്യങ്ങളിലാണ്. വെളുത്തുള്ളി എടുത്തില്ലായിരുന്നു. എന്തോന് വന്നിരിക്കും? എന്തുവാ? വെളുത്തുള്ളിയും ചുവന്നുള്ളി അങ്ങോട്ട് അരി. ഞാൻ പച്ചക്കറി ഇല്ല, ചുവന്നുള്ളി എടുത്തത്. എന്നാ ഉണ്ണിക്കുട്ടൻ ഇത് അങ്ങോട്ട് ചെയ്യും. ശ്രീകുട്ടനെയും കൂടെ വിളിക്കും മോനെ. എന്തിനാ? ജോലി ചെയ്യാനാ. അരി അങ്ങോട്ട്. ഇതൊക്കെ എങ്ങനെ അരിയുന്നേ? പിച്ചാത്തി എന്തേ എടുത്തു തന്നെ നോക്കട്ടെ, ടെസ്റ്റ് അടിച്ചു നോക്കട്ടെ അരിയുന്നേ. വെളുത്തുള്ളി അരിയാണോ? ചുവന്നുള്ളി പൊളിച്ചിടും ആദ്യം. അതിന് പിച്ചാത്തി എന്ത്? ഗായ്സ്, നമ്മൾ ചുവന്നുള്ളി പൊളിക്കുകയാണ്. ചുവന്നുള്ളി വെള്ളം എടുത്തോണ്ട് വരട്ടെ. വെള്ളം വേണമല്ലോ. വെള്ളം എടുക്കണ അങ്ങോട്ട് ഇട്ടോട്. വെളുത്തുള്ളി അങ്ങോട്ട് കൊടു. വെളുത്തുള്ളിയാന്ന് അറിയാവോ? അറിയാം, വെളുത്തിരിക്കുന്നു. കിലോ 250. അയ്യോ അണ്ണാ, പിന്നെ ചരുവത്തിനകത്ത് കുറച്ച് വെള്ളം തമിഴ്നാട്ടിൽ പോയി മേടിച്ചു വെച്ചാൽ മറച്ചു വെക്കായിരുന്നു. വെള്ളം അവിടെ ഇല്ല. നല്ല വെള്ളമാണോ? ഇതെന്താവാന്നറിയാവോ? വെള്ളരിക്ക. അതെന്തായാലും തെറ്റാതെ പറഞ്ഞു. വെള്ളരിക്കായിരുന്നു. ആയിരുന്നു. ഞാൻ ചുമ്മാ പറഞ്ഞ. വെള്ളരിക്ക. ഈ അസ്ത്രം എന്തോ, അസ്ത്രത്തിന്റെ ഗുണങ്ങൾ എന്തുവാ? എല്ലാ പച്ചക്കറിയും കൂടെ വെന്ത് ചേരുന്നതാ അത്. അപ്പം കാലറീസ് ഒക്കെ ഭയങ്കര കൂടുതലായിരിക്കും. അണ്ണനും പിച്ചാത്തി എടുത്തോണ്ട് വന്ന് ഇതെല്ലാം ചെത്തിത്താ. ഐസ്ക്രീം ഒരെണ്ണം മേടിരും മോനെ. പിച്ചാത്തി എടുത്തില്ല. നെയ്യ് പിച്ചാത്തി എടുത്തു. അവിടുന്ന് ചുവന്നുള്ളി അങ്ങോട്ട് പൊളി. ഐസ്ക്രീം പോയോ? വിളിക്കും മോനെ. ഒരു സേമിയ. എന്ത് പോടാ ഇത്? വായോ ഐസ്ക്രീം വായോ. ദിയെ വിളിക്കടാ. വായോ ഐസ്ക്രീം വായോ. കൊറണ്ടി പൈസ നമ്മളെടുത്ത് കൊടു. പിന്നെ എഴുതി വെക്കണം പൈസ. കുഴപ്പമൊന്നുമില്ല. എത്ര പേര് നാളും എഴുതുക. 40,000 കയ്യില് താത്തത്. സോന് പൈസ എങ്ങ് മേടിച്ചു. പിന്നെ പറയാൻ പോകും. അവിടെ ഉണ്ട് 3, 5. എത്ര? 100. ഇത് തിന്നിട്ട് ഇവിടെ കാണാൻ ചുമച്ചാല രാത്രി. അതുകൊണ്ട ഒരുത്തന് പനിയാ. നോക്ക്, നിനക്ക് ഇപ്പം പനിയില്ലയോടാ? സേമിയ ഐസ്. കിഴങ്ങെരിയുന്ന മനോഹരമായ ദൃശ്യം. എങ്ങനെയാ ഈ സ്വന്തം സത്വത്തെ തിരിച്ചറിഞ്ഞു? എന്തായാലും ഈ കിഴങ്ങിന്റെ വയറ്റിൽ നിന്ന് വന്നതല്ലേ നീയൊക്കെ? അതേ ഉള്ളു. ഈ കിഴങ്ങ് വീട്ടുപേരെന്തോന്നറിയാം? നമ്മുടെ കിഴങ്ങില്ല. കറക്റ്റാ. നൈറ്റ് ഇട്ട കിഴങ്ങ്, നിക്കറിട്ട കിഴങ്ങ്, ഐസ്ക്രീം. ഇവിടെ വേറെ ഒരു വലിയ കിഴങ്ങ്. വേറൊരു കിഴങ്ങുണ്ട്. എന്ത് ചെയ്യുന്ന കിഴങ്ങ് ഫാമിലി. അതിന്റെ പേര് മാറ്റി കിഴങ്ങിൽ കറക്റ്റ്. അതെ, കിഴങ്ങ്. ആരാ കിഴങ്ങിൽ പേരിട്ടെ? എനിക്കറിയാമയ്യ. ഞാൻ വന്നപ്പോ വരുന്നതിന് മുമ്പേ ഉള്ള. എന്താ അതിന് കുഴപ്പം? കിഴങ്ങിൽ എന്തോ
ശരിയാ, ഏതെങ്കിലും ഒരു കല്യാണം വീട്ടിൽ പോയിട്ട് രാധാകൃഷ്ണൻ കിടങ്ങിൽ എന്ന് പറയുമ്പോൾ കിടങ്ങിൽ ഇവിടെ ഇവിടെ ഒരു ചോദ്യം കിടങ്ങിലിന്റെ പേര് ആരായിട്ട് അത് നല്ല വേറെ ഏതെങ്കിലും നല്ലൊരു പേര് ഇട്ടോട്. ഏതോ കിഴങ്ങന്മാരിട്ടേ. അതെ, കിടങ്ങെന്ന് പറഞ്ഞ പേര് കേട്ടത് അറിവാടാ പറയാ. പണ്ട് കള്ളുഷാപ്പായിരുന്നു. കള്ളുഷാപ്പോ? ആ ഷാപ്പുണ്ടായിരുന്നു. ചുമ്മാതെ കത്തിക്കല്ലേ അച്ഛന്റെ അമ്മയ്ക്കൊക്കെ കള്ളുഷാപ്പായിരുന്നു. അയ്യോ, അതെന്ത് പൂട്ടിയത്? അതുണ്ടായിരുന്നു നമ്മളിപ്പോ കോടീശ്വരന്മാരായേനെ. ബ്ലാക്കി കൊടുക്കുന്ന കാര്യം അതാ വാറ്റായിരുന്നു. ബ്ലാക്കി വാറ്റുന്നേട്ടാ. അതായിരുന്നു. അപ്പൊ ഞങ്ങള് വിചാരിച്ചു ഷാപ്പ് കെട്ടി അങ്ങനെ. അച്ഛന്റെ അമ്മയുടെ പേര് കാളിയോ ഭദ്രയെന്നൊക്കെയാണ് ആർക്കറിയാം. കള്ളുഷാപ്പുണ്ടെന്നാ പറഞ്ഞത്. കിടങ്ങിൽ ഷാപ്പ്. ഇന്ന് ആ ഷാപ്പ് ഉണ്ടായാലും നമ്മൾ ആരാ ഷാപ്പും രാധാകൃഷ്ണന്റെ മോൻ തന്നെ. ഷാപ്പും ഒരു ബാറൊക്കെ തോന്നി സെറ്റ് ചെയ്യായിരുന്നു. അതെന്തുവാന്നെണ്ണം ചോദിച്ചു. അതെന്തുവാണ്ണം തന്നെ പറ. അതെന്തുവാന്ന് എന്നോട് ചോദിച്ചാ എന്താ വാന്നെന്ന്. ഇത് കാച്ചിൽ ഇവിടെ ഉണ്ടായതാ. അണ്ണം കാണത്തില്ല. അണ്ണനും മക്കൾ 6 സെന്റ്. ബാക്കി എവിടെ പോയി? അതവിടെ വെച്ചേരെ. കാച്ചില്, ചേന, വെട്ടിയേമ്പ്, വെള്ളരിക്ക. എന്നാ അത് വേണ്ട അണ്ണാ, മതി. ഉണ്ട് ഒരു ഇത് ഇങ്ങോട്ട് മാറ്റി. ഈ അവിയലിനകത്ത് വെള്ളം ഒഴിച്ചാൽ അസ്ത്രമായി. അതിനാണ് ഈ ഷോ ഒക്കെ. ഇനി എന്തുവാ? അവിയലിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കർ അടിച്ചെടുക്കും. ഒന്നും മിണ്ടാതിരി ഉണ്ണിക്കൂട്ട, വീഡിയോ എടുക്കുക. ചേന എടുത്ത്, കാച്ചിലെടുത്ത്, വെട്ടിയേമ്പെടുത്ത്, വെള്ളരിക്ക, വഴുതനങ്ങ എല്ലാം ഇട്ടിട്ടുണ്ട്. പച്ചക്കറികളെല്ലാം ഇട്ട്. ഇനി നമുക്കിത് കഴുകിക്കൊണ്ട് വന്നിട്ട് അരിയാം. ഇതങ്ങ് മാറ്റി. കാച്ചിലിങ്ങോട്ട് ഇന്നെ വെളുത്തുള്ളിയും കൂടെ പൊളിക്കണം. ഏത്തക്കയും കൂടെ അരിഞ്ഞിടണ. ഇങ്ങെടുക്കുന്ന ഇപ്പം പച്ചക്കറിയുടെ എല്ലാം തൊലി എല്ലാം കളഞ്ഞ് ഞങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഇനിയും അരിയാം. കഴുകിക്കൊണ്ട് വരട്ടെ. അതേണ്ടേ, ഇത് ചേമ്പും താള്, ഇത് ചീര, ഇതെല്ലാം ഇതിനകത്ത് ഇടാനുള്ളതാണ്. മാങ്ങ എല്ലാം ഉണ്ട്. 2 ചക്കക്കുരു മാത്രമേ ഉള്ളൂ. എടുത്ത് വെച്ചിരുന്നു, അവൻ ഉണങ്ങിപ്പോയി. അല്ലേ അതുകൂടി ഇട്ടേനെ. വെട്ടി ഇതിന്റെ തൊലി കളഞ്ഞാ ഇതിനകത്ത് ഇടാവുള്ളൂ. നീ അല്ല അതുകൊണ്ട് എന്തോ ഇനി വന്നിരിക്കുവാ. ഇവിടെ എങ്ങാനും തൊണ്ട വേദന എടുക്കുന്നെന്ന് പറഞ്ഞാലേ വെട്ടും ഞാനോ. കണ്ടോണം, ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ഒരുത്തന് പനിയായിട്ട് കിടക്കുന്ന, അവനും കഴിച്ചു. പിന്നെന്തോന്ന് ഐസ്ക്രീം. എന്നാ ചോദിക്കുക എന്തിനാ അമ്മ മേടിച്ചെന്ന്. മേടിക്കാൻ പറഞ്ഞ് മേടിച്ച്. സേമിയ ഐസ്ക്രീം ഒരു വികാരം. സേമിയ ഐസ്ക്രീം ഒരു വികാരവാ. വല്യച്ഛൻ കണ്ടാൽ വല്യച്ഛനും ഇപ്പോൾ ഓടി വരും. വല്യച്ഛന് കൊടുക്കാനൊക്കത്തില്ല. വല്യച്ഛന് ഉടനെ പനി വരും. പേടിയാ. നമുക്ക് ആർക്കെങ്കിലും വന്നാലും വേണ്ടവില്ല. ഇവിടെ ബഹളവാ പനി വന്നു പോയെങ്കിൽ. ഏത്തക്കായും കൂടെ അരി. എൻ്റെ ഉണ്ണിക്കുട്ട ഒന്നും വെളുത്തുള്ളി പൊളികടാ ചുമന്ന് ഇല്ലയോ ഒന്ന് തിന്ന് രണ്ടാമത്തെ എടുത്തു വെച്ച് തിന്നുമോ? എന്താ ഇത്? ഷുഗർ കട്ടാ. ഷുഗർ കട്ട്. ഇന്ന് രാവിലെ മുതൽ പറയുന്ന കേട്ട് ഡയറ്റാ. ഇന്ന് മുതൽ ഞാൻ ഒന്നും കഴിക്കുന്നില്ല. അമ്മ എനിക്ക് ഓട്സ് തരണം. ഉച്ചയ്ക്ക് ചോറ് വേണ്ട. ഇന്നെല്ലാം പറഞ്ഞവനാ. ചോറ് കഴിക്കണ്ട. ഇതെന്തുവാ തിന്നുന്നത്? വേറെ ഫ്രീയാ, ഷുഗർ ഫ്രീ അല്ല. അപ്പം എന്തൊക്കെ ഇട്ട് രാധാണ്ണ ഇതിനകത്ത് അവിയലിന്, അസ്ത്രത്തിന്? ഇനി വൻപയർ ഞങ്ങൾ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. വഴുതനങ്ങ ഉണ്ട്, 2 എണ്ണം ഉണ്ട്. വൻപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. 2 തേങ്ങ പൊതിച്ച് വെച്ചിട്ടുണ്ട്. കഞ്ഞി ഗ്യാസേ കിടക്കുന്നു, കുക്കറിനകത്ത്. ഗ്യാസേലല്ലേ, കുക്കറിൽ കിടക്കുന്നു. പിന്നെന്തുവാ, ഈ ചേന എടുക്കണ്ട. ചേന ഇട്ട്. കപ്പ മാത്രമേ ഉള്ളൂ കിട്ടാഞ്ഞ കേട്ടോ. കപ്പ ഇവന്മാരോട് മേടിച്ചോണ്ട് വരാൻ പറഞ്ഞ. അവന്മാരെ പോയിച്ചു വന്നിട്ട് പറഞ്ഞു ഇല്ലെന്ന് അവിടെ കപ്പ. ചുമ്മാ അപ്പൊ വീട്ടിലെ ജോലി ആര് ചെയ്യും? എല്ലാത്തിനും ഞാൻ പോകാം. അതെ. അതെ, ഇന്ന് മറ്റേ ഇതിലെ എന്നും പോകുന്നതാ.
ആ അതാ ഞാൻ പറഞ്ഞത്, നീയൊക്കെ അത് ചെയ്യും. രാവിലെ മുതൽ എഴുന്നള്ളി പറയുന്നുണ്ട്, അമ്മ അത്രം വെക്ക് അത്രം വെക്ക്. ഒരുത്തൻ അവിടെ പോയി കിടക്കുന്നു. ഇതെന്തുവാന്നറിയാവോ? ഓ അറിയാവോ ഗൈസ്? ഇത് നിനക്ക് വല്ല അറിയാവോ? ഇവിടുത്തെ പിള്ളേരുടെ ചീര എന്തുവാന്ന് ചോദിച്ചാ പറയാം മാങ്ങായാണ്. ഓ ഓ അതെന്തുവാ അത്? അറിയാൻ വയ്യ, പറയണ്ട. ഇഷ്ടം പോലായി. ക്യൂട്ട്നെസ് ഇട്ടെ ചിരിച്ചേ, ഇങ്ങനെ കാണിച്ചേ, ഇങ്ങനെ കാണിച്ചേ, ഐസ്ക്രീം കടിച്ചിട്ട് ഇങ്ങനെ കാണിച്ചേ. ഇതെന്താ ഇട്ടതെന്ന് അറിയാവോ? കൊച്ചു ചേമ്പ്. ആ അതെങ്കിലും ആദ്യമായിട്ട് തെറ്റാതെ പറഞ്ഞല്ലോ. കൊച്ചു ചേമ്പ്. ഇതൊന്ന് വാരി വെക്കും ഇതിനകത്തോട്ടെണ്ണ. ഞാൻ ഇത് കഴുകിക്കൊണ്ട് വരാം. ഇത് ഇത്ര ഇതിനകത്തോട്ട് വാരി വെക്കും മോനെ. ഇതുകൊണ്ട് റോസാടെ വീട്ടിലോട്ട് അങ്ങനെ വിടും, അതിന് വളമായിക്കോട്ടെ. അതെന്തോ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടി നിൽക്കുന്നത്. റോസായോ? അതാണ് മോനെ ഇത്രയും അങ്ങ് വാരി ഇടും. ചിലപ്പോൾ പെണ്ണ് കണ്ട സമയമൊക്കെയാണ് റോസയ്ക്ക്. സിംഗിൾ ജീവിതം അടുത്താണ്. ഒരു കൂട്ടിന് റോസ. അത് ശരിയാ, ഇപ്പൊ മനസ്സിലായി ആർക്കാ വേണ്ടതെന്ന്. കൂട്ടിന് റോസ കൊടുക്കണം. നിനക്ക് കെട്ടിക്ക ഉടനെ. ചുമ്മാ വകുപ്പിക്കുമല്ലയോ. ഇപ്പൊ ഈ പച്ചക്കറി ഒന്ന് കഴുകിക്കൊണ്ട് വന്നേ. ഞാൻ വെള്ളത്തിൽ ഇട്ടേക്കോ, അത് 2-3 പ്രാവശ്യം ഒന്ന് അരിയട്ടെ. എന്തുവാ വെളുത്തുള്ളിയും ചുമന്നുള്ളിയോ? ഞാൻ കഴുകിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് ആ വെളുത്തുള്ളി അരിഞ്ഞു കഴിയണം. തരാം. നമ്മളെല്ലാം കഴുകിക്കൊണ്ട് വന്ന് ചീര അങ്ങ് അരിഞ്ഞിടുവാണ്. ചീരയൊക്കെ നല്ല ഗുണമുള്ളതാ. സീത തന്ന ചീരയാ. നാത്തൂനെ സൂചിപ്പിക്കുക. നാത്തൂനാന്നോ അത്? ആ എന്തെങ്കിലും പാട്ട് അറിയാൻ വയ്യെങ്കിൽ പറയാം. സീത ആരാ? നീ തന്നെ പറ. സീത ആരാ? അയ്യോ കുഞ്ഞമ്മ. ആ അപ്പൊ അറിയായിരുന്നു. ഇപ്പൊ നാത്തൂന്ന് ആരെയാ വിളിക്കുന്നത്? നാത്തൂന് ആങ്ങളയുടെ ഭാര്യമാരെ, പിന്നെ എന്തുവാ അച്ഛൻ്റെ പെങ്ങളെ രാധാമണിയക്ക, രംഗു. നാത്തൂൻ സൂപ്പറാ. നാത്തൂൻ എന്താന്ന് ഈ കാല് കഴിയിട്ടേ പെരക്കകത്ത് കയറാവുള്ളൂ. അപ്പൊ അമ്മയുടെ കാലോ? ഞാൻ കയറുന്നില്ലല്ലോ, ഞാൻ വെളിയിൽ കിടന്നു. ആ ബാത്റൂം പോലും കഴുകത്തില്ല. ആ കാല് അതുപോലെ കൊണ്ടുവന്നും കേറിക്കോടും. എല്ലാ വീട്ടിലെ അമ്മമാരുടെ ജോലി ബാത്റൂം. എന്റെ വീട്ടിലെ അപ്പൊ നിങ്ങളുടെ ജോലി എന്തുവോ അത് പറ. ആണോ? തിരിച്ചിക്കാൻ ഞാൻ. ഞങ്ങള് മാത്രല്ലല്ലോ ബാത്റൂമിൽ കയറുന്നത്, എല്ലാരും കയറുന്നത്. എല്ലാവർക്കും ഉള്ളതല്ലേ ബാത്റൂം. അകത്ത് കയറുന്ന ഞങ്ങള് കേറുന്നില്ല. അകത്ത് ഇവിടെ അകത്ത് കയറുന്ന ഉണ്ണിക്കുട്ടനും ശ്രീക്കുട്ടനും മാത്രമോ ഇത് ഇങ്ങനെ എങ്ങനെ അറിയണ്ട? ഇങ്ങനെ കണ്ടിച്ചിട്ടേ. എന്തുകൊണ്ട് അകത്തെ ബാത്റൂമിൽ കയറുന്നില്ല? ഇതുണ്ടോ? അത് എളുപ്പമുണ്ട് അരിയാൻ, അതാ. ഇത് കൊള്ളാം. കുഞ്ഞിലെ ഇങ്ങനെ ഇങ്ങനെ ചുമ്മാ ഇരുന്ന് ഉണ്ണിക്കുട്ട കാണിക്കാതെ. കുഞ്ഞിലെ നമ്മളിങ്ങനെ ചീനത്തിണ്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വീടൊക്കെ കളിക്കുന്നവരുണ്ട്. ഇത് കൊള്ളാം. എല്ലാരും ഈ ബോറടിച്ചിരിക്കുവാണെങ്കിൽ അസ്ത്രം ഉണ്ടാക്കുക. അസ്ത്രം ഉണ്ടാക്കുന്ന ഗുണം ഇങ്ങനെ അരിയാൻ നല്ലതാ. ഇങ്ങനെ നമുക്ക് അസ്ത്രം ഉണ്ടാക്കുമ്പോൾ അരിയുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഓ കണ്ണപ്പൻ കുടുംബനായല്ലോ. കണ്ണപ്പനെ ഏൽപ്പിച്ചേക്കോ കുടുംബനാഥൻ. എന്താടാ? എന്ത് എന്തോ അരിയുന്നു? നീ എന്താ എന്റെ അവിയലിന്റെ സ്കില്ല്. നിന്റെ അവിയലിന്റെ സ്കില്ല് എന്നിട്ട് പാടുന്നു ചുമ്മാ. ഇത് ഞാൻ സ്കില്ല് ഉപയോഗിച്ച് കുഞ്ഞുമായിട്ട് അരിഞ്ഞിടാതെ. എന്താ തിന്നുമ്പോ അതല്ല, അത് പിന്നെ വെന്തങ്ങ് അളിയുന്നത്. അപ്പം ഇച്ചിരി വലുതായിട്ട് അങ്ങ് അരിഞ്ഞിട്ടോ. പറയണ്ടേ?
നമ്മൾ ഇങ്ങനെ അരിയുക. ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് ആകാൻ വേണ്ടി ഇവിടുന്ന് വേറൊരു അളവ് ഇങ്ങനെ അരിയുക. ആർക്കും അറിയാൻ വയ്യ, നീ പറഞ്ഞേ അറിയത്തുള്ളൂ. ഇങ്ങനെ ചത്തി കൊള്ളത്തില്ല. കൈ മുറിക്കല്ലേ ദൈവത്തെ ഓർത്ത്. അരിഞ്ഞില്ലേലും വേണ്ടമില്ല. ഒരു കഞ്ഞിക്കട തുടങ്ങിയല്ലോ എന്തോ. തൈര് വേണം കേട്ടോ, തൈര്. കഞ്ഞിക്കകത്ത് തൈരൊക്കെ ഇടണം, പുളിയെ. ദൈവത്തിനറിയാം. ശൈല കഞ്ഞിക്കട, കുഞ്ഞുമോടെ കഞ്ഞിക്കട. അവസാനം കഞ്ഞിക്കടയെന്ന് മാത്രമാവും, കുഞ്ഞുമോളും കഞ്ഞിയും ഒന്നല്ലേ. വല്ലൊന്ന് തരാം. കുഞ്ഞുമോടെ കഞ്ഞിക്കട. ഇതെങ്ങനെ അരിയണേ? കജി കജി കജാന്ന് അരിയണം. അല്ല അതാണ് ഇങ്ങനെ. ഇത്രയൊക്കെ നിന്നെയൊക്കെ ആക്കിയില്ലയോടാ. എന്തോ ആക്കി വളർത്തി നീ തന്നെയാണോ വളർന്നല്ലോ? എന്തോ ചെയ്ത് ഭക്ഷണമൊക്കെ തന്ന് വളർത്തിയത് ഞങ്ങളല്ലേ. ഒന്നുമല്ല, ഞങ്ങൾ അച്ഛൻ കഷ്ടപ്പെട്ട് ഗൾഫിൽ പോയി. അച്ഛൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്നെങ്കിൽ അമ്മ വീട്ടിൽ ഇരുന്നിരുന്നോണ്ട് അതെല്ലാം ചെയ്യുന്നുണ്ട്. അതെല്ലാം വിട്ട് പുട്ടടിച്ച്. നീ അതുകൂടെ അങ്ങോട്ട് പറഞ്ഞുകൂടും. പുള്ളി കേൾക്കാനിരിക്കുവോ ഇങ്ങനെ? പാവത്തിന്റെ 55 വർഷത്തെ കഷ്ടപ്പാടിന്. 55? അപ്പൊ പുള്ളിക്ക് എത്ര വയസ്സുണ്ട്? 55ഉം 32ഉം എത്ര ആയടാ? 5ാമത്തെ വയസ്സിലെ ഗൾഫിൽ പോയി. അയ്യോ, 77 വയസ്സുണ്ടോ രാധാച്ചന്? 5ാമത്തെ വയസ്സിലെ ഗൾഫിൽ പോയത്. എന്തോ കാണിക്കും. എന്താ കറക്റ്റ് അല്ലേടാ എന്തോ അരിയുന്നത്? വല്ല ഉള്ളി അത് പിന്നെ ഇറച്ചിക്ക് അരിയുക. ഇറച്ചിക്ക് ഇങ്ങനെയാണോ അരിയുന്നത്? കുഴപ്പമില്ല, എങ്ങനെയായാലും തിന്നാ പോരെ. അതെ, കൊള്ളാം. നമ്മുടെ മെയിൻ സാധനം. പണ്ട് നമ്മുടെ കുഞ്ഞിലെ ഇത് ഇങ്ങനത്തെ ഒരു സാധനം കിട്ടുമായിരുന്നു അല്ലേ? നമ്മളപ്പോ അത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് വെളുത്തുള്ളി അരിയാൻ പറഞ്ഞ ഒരെണ്ണം വെളുത്തുള്ളി. ഇപ്പൊ വെളുത്തുള്ളിക്ക് ഇനി എന്തോ കൊടുക്കും? വെളുത്തുള്ളിയൊക്കെ വെളുത്തുള്ളി അമ്മ അരി. ഇത് സിമ്പിൾ, ഇത് ഞാൻ അരിഞ്ഞോളാം. വെളുത്തുള്ളി ഭയങ്കര പാടാമ്മ, സ്കില്ല് വേണം വെളുത്തുള്ളി അരിയാൻ. ഇതെങ്ങനെയാ ഇത് അരിയുന്നത്? ഉണ്ടോ കണ്ടിച്ചിട്ട് തരാം. അപ്പോഴത്തേക്ക് ഇത് അത് ചേനയാവിരുന്നോട്ടെ മോനെ, കൈ ചൊറിയും. ഇതെന്താവാന്നറിയാവോ? ചേമ്പ്. ഇതോ? നല്ല കുഞ്ഞ്. ഇതോ? അത് കാച്ചില്. അയ്യോ എന്റെ പൊന്നച്ചോ, എടാ എല്ലാം നടുതാ. നിങ്ങൾക്ക് ഫോണിനകത്തെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോ എനിക്ക് അതൊന്നും എനിക്കറിയത്തില്ല. ഇതൊന്നും പിന്നെ ഇത് തിന്നുന്ന സാധനങ്ങളുടെ പേരെങ്കിലും നിങ്ങൾ പഠിക്കണ്ടായോ? സ്വിഗ്ഗി എന്തിനാന്നറിയോ? സ്വിഗ്ഗി നമ്മൾ വിളിച്ചു പറയുമ്പോ ആഹാരം കൊണ്ടുവരും പെട്ടെന്ന്. ഇത് ഇങ്ങനല്ലയോ? വേണ്ട വേണ്ട കടിക്കട്ടെ. നടുക്കൂടെ കീറുവൊന്നും വേണ്ട, കിട്ടാൻ അത് ബന്ധം കളിയും. ഓ വേണ്ട, അച്ഛൻ പിന്നെ വെട്ടുകേമ്പ് പൊളിച്ച് വെച്ചേക്കുവാ. അതേ മൊത്തം തൊലിയിരിക്കും. എല്ലാരും പൊളിച്ചു കൊടുക്കുകയും വേണം, കുറ്റം പറയുകയും ചെയ്യും. പിച്ചാത്തി എന്റെ കയ്യിലിരിക്കുന്നത്. അവനെ ഫോണായിരിക്കുന്നത്. നിങ്ങൾ ഈ പറഞ്ഞ പന്ന വർത്താനം നാത്തുവിനെ കുറിച്ച് പറഞ്ഞ എല്ലാം അത് കിടപ്പുണ്ട്. എടാ ഉണ്ണി, ഞാൻ അരിഞ്ഞിട്ടേക്കുന്ന അരിയടാ വേണ്ടേ? വിഷയം മാറ്റി. നാത്തുവിന്റെ കാര്യം പറയുമ്പോ വിഷയം മാറ്റിയുണ്ടോ? പിന്നെ നാത്തൂനെ കേറി കുഞ്ഞമ്മ കേറി പറഞ്ഞു നാത്തൂനെന്ന്. അതൊന്നും അല്ല, നാത്തുവിന്റെ ചില സ്വഭാവങ്ങളെ കുറിച്ച് അമ്മ പരാമർശിച്ചു. ഓഫ് ചെയ്തേരാ ഗ്യാസ്. അല്ല ഇപ്പം എന്തില്ല, ചെല്ല് അരി. അത് ചേന അവിടെ വെക്ക്, നിനക്ക് പറ്റിയതാ. ചൊറിയും. ചൊറിയുമ്പോഴും മൊത്തം ചൊറിയും പറഞ്ഞേക്കാം. നമ്മുടെ കൈയൊന്നും ചൊറിയത്തില്ല. ടേസ്റ്റേടാ. നന്ദു ഒരു വക ചെയ്തിട്ടില്ല. അമ്മ എടുക്കാം മോൻ അരിയടാ. ഇതെന്തോ ഉണ്ണിക്കുട്ട, ഇത് ഇച്ചിരിയേ ഉള്ളു. ഇതിനകത്ത് വേണം കടുവ് വറക്കാൻ വേണം, തേങ്ങടോ എന്തോ പറയാനാ. ഇനിയും കടുവ് വറക്കാൻ വേണം, തേങ്ങയുടെ കൂടെ അരയ്ക്കാൻ വേണം. പൊളിക്ക്. ഞാൻ ഇത് കൊണ്ടുവന്ന് അങ്ങോട്ട് ഗ്യാസിലോട്ട് വെക്കട്ടെ. ഈ പാത്രത്തോടെ നിന്നെ എടുത്ത് വെക്കട്ടെ അങ്ങോട്ട്. ഫോട്ടോ എടുത്തോ. അപ്പൊ നമ്മൾ അരിഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെയാ? തക്കാളി, ചേന, ചേമ്പ്, പിന്നെ ചേമ്പും താള്, ചീര, മാങ്ങ എല്ലാം ഇട്ടിട്ടുണ്ട്. പച്ചക്കറികളെല്ലാം ഇട്ട് നമ്മൾ ഇനി ഇത് കൊണ്ട് ബാക്കി പരിപാടി പിടിച്ചോ. എപ്പോ ആവോന്ന് ചോദിച്ചാലേ 2 കൈ മാത്രമേ ഉള്ളൂ. ആരും ഒന്നും അടുക്കത്തില്ല. വെളുത്തുള്ളി കിടക്കുന്നു, ചുവന്നുള്ളി കിടക്കുന്നു, തേങ്ങ തിരുമാൻ കിടക്കുന്നു. ചുമ്മാതെ അസ്ത്രമായൊന്ന് ഓരോരുത്തർ കറങ്ങി കറങ്ങി നടക്കുന്നു. മാറ്.
സാറേ ചപ്പാത്തി ഇട്ടോണ്ട് വന്നോ. മനസ്സിലാഹേ ഞാൻ. പിന്നെ ഈ കുപ്പിയില്ലല്ലോ എന്തേ മാറ്റിയോ? കുപ്പി മാറ്റിയോ? എടാ ഉണ്ണി കൂടെ ചുമ്മാ ഇരി ഇറക്കാം. എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെടത്തില്ല. കുപ്പി മാറ്റിയോ? പാവം ജില്ല വിട്ട്. കൊച്ചുള്ളി പൊളിക്കാനോ വെളുത്തുള്ളി പൊളിക്കാനോ ഒരെണ്ണം ഉണ്ടോ? ഞാൻ പറയുന്നതിന് കുറ്റമുണ്ടോ? വിശന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കി തിന്നു. സമയം 2:15. എന്തൊരു വീടാണിത്. എന്ത് ചെയ്യാനാന്ന് പറ അവസ്ഥ. പാവം അച്ഛനെ അപ്പുറത്ത് അയ്യത്ത് വിട്ട് കഴിക്കാന് ഈ പാവം പിടിച്ച തള്ള. ഈ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ചൂട് കഞ്ഞിവെള്ളം കോരി തലക്കൊഴിക്കുമെന്ന് വരെ പേടിയാ. പണ്ടൊക്കെ ഇവിടെ ഞങ്ങളുടെ വല്യച്ഛൻ 1 മണിയാകുമ്പോൾ വന്ന് കഴിക്കും. ഇപ്പൊ വരത്തില്ല. ഇപ്പൊ ഇവിടുന്ന് വിളിക്കണം, അമ്മ വാ കഴിക്കാൻ, അപ്പോഴേ വരത്തുള്ളൂ. അങ്ങനൊക്കെയായി ഇവിടെ. കണ്ടോ മോന്ത കണ്ടോ? സൂം ചെയ്. അല്ല ഇത്തരം ഒരു കുക്കർ അടുക്കളയിൽ ഇരിപ്പുണ്ട്. മക്കളിങ് എടുത്തോണ്ട് ഗായ്സ് കഞ്ഞി അടുക്കി പിടിപ്പിച്ചു. ഗായ്സ് അപേക്ഷിക്ക്. റിക്വസ്റ്റ് എടുത്തോണ്ട് വാടാന്ന് പറ. റിക്വസ്റ്റ് ഞാൻ എടുത്തോളാം. റിക്വസ്റ്റ് ചെയ്യാൻ പൊക്കോളും. എന്റെ പൊന്നു അഞ്ചൻ എടുത്തോണ്ട് നമ്മള് പച്ചക്കറി കുക്കറിനകത്തോട്ട് ഇടുക കേട്ടോ. വൻപയർ വേറൊരു കുക്കറിനകത്തോട്ട് വേവിക്കാം. ഇതിനകത്ത് കൊള്ളാം. വൻപയറൊക്കെ ഉണ്ട്. പിന്നെന്തുവാ നിങ്ങൾ വിചാരിച്ചത്? പിഴുപുളി ഇനിയും വെള്ളത്തിലിട്ടില്ല. അവിടെ അടിച്ച് പെരുക്കുന്നവിടെ. മഞ്ഞപ്പൊടി ഇട്ട് ശകലം ജീരകവും കൂടെ അങ്ങ് ഇടുക. നമുക്ക് അരയ്ക്കാം. എന്നാലും ജീരകവും വെളുത്തുള്ളി എല്ലാം കൂടെ. പിന്നെ ഉപ്പ് ഇടും. കരിപ്പെട്ടി ഇടും. ഉപ്പ് കുറച്ചിടാം. പിന്നെ വേണമെങ്കിൽ ഇടാം. എന്ത് ഉപ്പോ? പിന്നെ വെള്ളം ചേർക്കും. ഇപ്പം വെള്ളം ഒഴിച്ചാ വെക്കുന്നത്. വെള്ളം ഒഴിച്ച് വെള്ളം ഒരു കൊച്ചു കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ച് പച്ചക്കറി മാരിയിട്ട് ഉപ്പ് ഇട്ട് മഞ്ഞപ്പൊടി ഇട്ട് ജീരകം ഇട്ട് ഇനി ഒരു കുക്കറിലോട്ട് നമുക്ക് വൻപയറൂടെ അങ്ങ് അടിക്കാം. അല്ലെ പിന്നെ ഇതിൻ്റെ കൂടെ കിടന്ന് ചിലപ്പം വെന്തില്ലല്ലോ. അപ്പോൾ അത് വെച്ചു. വൻപയർ എല്ലാം കഴുകി അപ്പം വൻപയർ ഒരു അടപ്പേ വെച്ചു, പച്ചക്കറി ഒരു അടപ്പേ വെച്ചു, തേങ്ങ ശ്രീക്കുട്ടൻ തിരുമ്പി തന്നിട്ടുണ്ട്. കൊള്ളാം. വേണ്ടേ? നമ്മൾ വെളുത്തുള്ളി പിന്നെ ചുമന്നുള്ളി അതിനകത്ത് ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളി 2 തേങ്ങായ വേണ്ട. തേങ്ങയും കൂടെ അരയ്ക്കാൻ പോവാം. അവിയലിൻ്റെ കൂട്ടല്ല, അസ്ത്രത്തിനൊരു ഇച്ചിരി അരയണം. ഇത്രയും പരുവം. ഈ പരുവം കണ്ടോ? ഒരു കാര്യം മറന്നു, പിഴുപുളി വെള്ളത്തിൽ ഇടാൻ പോവാണ്. അത്രയും ഇല്ലയോ? വേണ്ട. ഉണ്ണിക്കുട്ടൻ്റെ പിന്നെ കണ്ണീന്നൊക്കെ ചാടുന്നു. ചുമന്നുള്ളി പൊളിക്കുന്നതാ. വല്ലപ്പോഴും ഒക്കെ ഒന്ന് പൊളിക്കണവനാ. നല്ലോണം 6 വിസിലടിച്ചതേ ഉള്ളൂ. കണ്ടോ? 6 വിസിലടിച്ച് നമ്മൾ പയറ് വേവിച്ചെടുത്തല്ലേ? ഓക്കെ. ഇനി എന്ത് ചെയ്യണം? ഇനി പച്ചക്കറിയും കൂടെ വെന്തിട്ട് ഒന്നിച്ച് ആക്കുക. ഇനിയും പച്ചക്കറിയും കൂടെ വെന്തിട്ട് ഒന്നിച്ച്. അമ്മ ഇന്നൊരു കറി ഉണ്ടാക്കി. കൈ തട്ടി ഒരു മാങ്ങ വീണ് സ്പെഷ്യൽ കറി ആയി. സ്പെഷ്യൽ കറിയൊന്നും അല്ല അത്. പിന്നെ എന്തോ കേര
തേങ്ങ അരച്ച കറി. അത് മാങ്ങയും കൂടി ഇട്ട്, മാങ്ങയും പുളിയും കൂടി ഇട്ടത് നല്ല രുചിയുണ്ട്. ഒന്ന് തുറന്നു നോക്കിയിട്ട് വീണ്ടും തുറക്കാന്ന് പറഞ്ഞു, പക്ഷെ വീണ്ടും പറ്റിക്കപ്പെട്ട് അലമ്പായിട്ടുണ്ടോ തോന്നുന്നേ. അടിപൊളി. ഇങ്ങനല്ലല്ലോ അസ്ത്രം ഇരിക്കുന്നത്. പിന്നെ എങ്ങനെയാടാ? ഇതല്ലല്ലോ, ഇത് ഇനി ഉണ്ട്. അയ്യോ, ഇങ്ങനെ വിവരം കെട്ട 2-3 എണ്ണം. ഇതിപ്പോ പച്ചക്കറി വെച്ചതല്ല ഉള്ളു, വെച്ച് വെന്ത് ഇറക്കി. അയ്യോ കടുപ്പവാ. 3G ആയെന്നാ തോന്നുന്നു. പച്ചക്കറി അവിച്ചതോ വായിലോട്ട് വെക്കുമ്പോ നല്ലതാന്ന് പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വരും. കോരി മണ്ടയ്ക്ക് ഒഴിക്കും ഞാൻ. പച്ചക്കറി എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ഇത് പിടിച്ചു വേണ്ട. പയറ് എന്താ പറയാൻ നിൽക്കുവാന്നോ? പോത്തിന്റെ തൊലിയാ, കൈയൊന്നും കൊള്ളത്തില്ല. പോത്തിന്റെ തൊലി. ചപ്പാത്തി ഞാൻ തിരിച്ചു ഇങ്ങനെ വെള്ളം കൊണ്ട് പൊക്കിയത് എന്റെ കൈയൊക്കെ പോയി. പിന്നെ ഞാൻ തവയെടുത്തു. സൂചി ഒന്നും ചേർന്നില്ല, ഒറ്റ കുത്തിനൊക്കെ കയറ്റുന്നേ. ഇത് ഒഴുക്കി. കടുവ് പറക്കണം. ഞാൻ തൊക്കുണ്ടോ അതെ, നിറഞ്ഞ് എന്നിട്ട് കറക്കണം കേട്ടോ. ഇനിയാണ് കളി. കണ്ടോ, ഇനിയാണ് എന്തൊക്കെയോ മാറ്റം വരുന്നത് പറയുന്നത്. നോക്കാം. എന്റെ അസ്ത്രം എല്ലാം കൂടി എന്റെ ദേഹത്തൊഴിച്ച് കേട്ടോ. കൈയൊക്കെ ഉണ്ടോ ഇതാക്കി ഉണ്ടെങ്കിൽ പറഞ്ഞു കീറക്കാം. പിഴുപുളി ഒഴിക്കട്ടെ. അസ്ത്രം കൂടി എന്റെ ദേഹത്തൊഴിച്ച്, അസ്ത്രം കൂടി ദേഹത്തൊഴിച്ചടാ. എന്റെ മുഖത്തെല്ലാം വീണടാ. മണ്ണത്തിന് ചെമ്പിനകത്ത് ഇളക്കിയിട്ട് ചെറുതാ. ഉപ്പുണ്ടോന്നുടാ? ചൂടാന്നും വേണ്ടി എടുത്ത് എറിയല്ലേ. ഉണ്ടോ മോനെ? ചൂട് വേണോ? മതി മതി മതി. ഇതാണ്ട പിഴുപുള്ളിയുടെ വെള്ളം. ഇനി ഇത് എന്തെടുക്കണം? ഇരിക്കട്ടെ. ഇനി എന്തെടുക്കാൻ? ഇനി കടുവ് വറക്കണം. ഇനി കടുവ് വറക്കണം. അതുകൊണ്ട് കൊണ്ടുവച്ചു. ചൂടായി. പൊടിയൊന്നുമില്ല. ആ ചകിരി ഇട്ട് കഴിഞ്ഞു. എന്തിനാ മനോ എല്ലാം കൂടെ വേണ്ട. ഇങ്ങനെ ഇടണം ഇല്ലയോ? അപ്പൊ നമ്മുടെ കേരളത്തിലെ ഏറ്റവും പാടുള്ള റെസിപ്പി കഞ്ഞി. കഷ്ടപ്പെട്ടത് ഞാന്, വിളമ്പാനാവും വന്നേക്കുന്നു. അസ്ത്രം ഒഴിക്കുന്ന ഒരു പാത്രത്തിനകത്തോട്ട്. മീറ്റർ അകലത്ത് നിന്നുകൊണ്ട് വേണം നമ്മൾ നിൽക്കാൻ. ഇവര് തലവഴി ഒഴിക്കും. എന്താ മോനെ? എങ്ങനെയാന്ന് വെച്ചാല വേണ്ട. ഞാൻ ഒരു കടയിൽ പോയപ്പോൾ കണ്ടാണ് തൈര് ഒഴിച്ച് കഞ്ഞി കുടിക്കുന്നത്. അവിടെ ഒഴിക്കല്ല്. വേണം. സെറ്റല്ലേ?
ആ ഒന്ന് തൈര് ഒഴിച്ചെന്ന് പറയത്തില്ല, അടിപൊളി. ഇത് ഇത്ര എനിക്കൊന്നും അല്ല കേട്ടാ. ശ്രീകുട്ടന് കുടിക്കാനായത് തൈര് വേണോന്ന് പറഞ്ഞു നമ്മൾ തൈര് ഒഴിക്കുന്നു, കാരണം തൈര് നല്ലതായിരുന്നു. ഇച്ചിരി ഉപ്പൂടി ഇടണേ. ഉപ്പും ഇട്ടാ സെറ്റ്. രാധായ വിളിയടാ. തൈരിട്ട് കലക്കി എങ്ങനെയുണ്ട് മോനെ? സൂപ്പർ. ഞാൻ ഒരു കട എറണാകുളത്ത് കഴിക്കാൻ കണ്ടോ തൈര് ഒഴിച്ച് കഞ്ഞിയായിരുന്നു. സൂപ്പർ. ഇവരെല്ലാം എന്നെ കുറ്റം പറഞ്ഞു. ഇങ്ങോട്ട് വന്നേ, വാ വാ നോക്കിക്കേ. ഇച്ചിരി കൊണ്ടുപോകണേ അല്ലേ അമ്മയ്ക്ക്? മതിയല്ലേ മോനെ മൈക്ക്? ആ അവിടെ ഇല്ലേ, ഇറക്കണ്ടേ? ആ ഇറക്കട്ടെ പോലെ. എങ്ങനെയുണ്ട് പറ? ചൂട് ഉപ്പിടണം. എങ്ങനെയുണ്ട് രാധണ്ണ? അടിപൊളി. ഓ ആദ്യമായിട്ടാ ഒരു ക്രെഡിറ്റ് കിട്ടിയ. പിന്നെ തൈര് ഒഴിച്ചല്ലേ അവിയലിന്റെ? അല്ല തൈര് ഒഴിച്ചല്ലേ, അമ്പാടിയിൽ തൈര് ഒഴിച്ചല്ലേ. പിന്നെ അമ്പാടി തൈര്. തൈരിടാ